ഇതുമായി ബന്ധപ്പെട്ട ഇത്ര വലിയ വെളിപ്പെടുത്തലുകൾ, ഇത്ര വലിയ കാര്യങ്ങൾ, സ്ഫോടനാത്മകമായ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അനങ്ങുന്നില്ല, അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ലാഘവ ബുദ്ധിയോടുകൂടി ഇതിനെ സമീപിക്കുന്നുണ്ടോ, അതാരെയെങ്കിലും സംരക്ഷിക്കാനാണോ എന്ന ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? അല്ല, എന്താ പറയുക, ഇതെല്ലാം മറയുടെ പുറകിലാണ് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത്. മറ മാറ്റിയാൽ ആരുടെയൊക്കെ മുഖം തെളിയും എന്നുള്ളത് പലർക്കും പേടിയുണ്ടായിരിക്കാം. അപ്പൊ അതൊരു വലിയൊരു ഘടകമാണ്. മാത്രമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ ഞാനും സിനിമാ ലോകത്ത് ഒരുപാട് ഫേസ് ചെയ്ത ഒരാളാണ്. എന്റെ ഒരു കരിയറിന്റെ ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയത് തന്നെ ചിലരുടെ ഇടപെടലാണ്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു നിലപാട് വരുമ്പോൾ പലർക്കും ഈ പവർ മാഫിയ എന്ന് പറഞ്ഞ് പലർക്കും നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത്, ഇപ്പൊ എല്ലാവരും പലരെ കുറിച്ച് പറയുമ്പോഴും ഈ സംവിധായകരെ കുറിച്ചും ആൾക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗം ഒളിഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുകയല്ല. ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് സിനിമയിൽ. ഇവരാണ് ഒരു ബ്രിഡ്ജ്. ഇപ്പൊ സംവിധായകരുടെയും പ്രൊഡ്യൂസറുടെയും സമൂഹത്തിനിടയിൽ ഒരു ലിങ്ക്, ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കൺട്രോളേഴ്സ് ആണ്. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഇവരിൽ കൂടാണ് ഒരു സമൂഹത്തിൽ നിന്നും ആൾക്കാരെ ഉള്ളിലേക്ക് കയറുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവര് വലിയൊരു ചൂഷണത്തിന്റെ വലിയൊരു ഘടകമാണ്. അത് പലരും മറന്നു പോകുന്നുണ്ട്. സിനിമാ ലോകത്ത് വന്ന പലരോടും ചോദിക്കുകയാണെങ്കിൽ കൺട്രോളേഴ്സിന്റെ ശക്തമായ ഇടപെടലുകളും മനസ്സിലാവുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഇടപെട്ട സിനിമകളിൽ ഈ കൺട്രോളേഴ്സിന്റെ ഈ ബ്രിഡ്ജ് കൃത്യമായിട്ട് അവരെ എന്നെ താക്കി എന്നൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ വേറൊരു എന്നെ ഞെട്ടിപ്പിച്ച വേറൊരു സംഭവം, ഇപ്പൊ ഒരു വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ ഈയിടെ ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സമൂഹത്തിന് വെളിച്ചം കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം ഇടപെട്ട ഒരു സംഭവം എന്റെ ലൈഫ് ഞാൻ നേരിട്ട് കണ്ടാണ്, അനുഭവിച്ചതാണ്. അതായത് ഒരു നടി, അവര് എന്റെ സൗഹൃദത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സംസാരത്തിനിടെ പെട്ടെന്ന് കതകിന് കൂട്ടുകയും ഈ സംവിധായകൻ ഉള്ളിലേക്ക് കയറുകയും അവരോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാണ്. അവസാനം അവർ അമ്മ വാതിലിൽ തട്ടിയിട്ട് അകത്ത് കയറി അയാളെ പുറത്താക്കിയതൊക്കെ ഞാൻ എന്റെ ചെവി കൂടെ കേട്ടതാണ്. ഒരുപക്ഷെ എന്റെ സൗണ്ട് ലൈബ്രറിയിൽ എപ്പോഴും തരികയെങ്കിൽ ആ ശബ്ദ സംഭാഷണം എനിക്കിപ്പോ തിരിച്ചെടുക്കാനുള്ളത്. സംവിധായകന്റെ പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമ്മളത് പറയാൻ പാടില്ലല്ലോ. ഈ പറയുന്ന പോലെ ഞാൻ പുറത്തു നിന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ആരുടെയും കൈകൾ ശുദ്ധമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സിനിമാ ലോകമല്ല, എല്ലാ തൊഴിൽ മേഖലകളിലും ഈ പവർ ഇല്ലാത്ത ആൾക്കാരെ ചൂഷണം ചെയ്യപ്പെടുന്നത് സമൂഹത്തിന്റെ ഒരു കാഴ്ചയാണ്. അതെ, പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഉള്ളതാണല്ലേ താങ്കളുടെ അനുഭവത്തിലും? തീർച്ചയായിട്ടും. കാരണം എന്റെ ലൈഫിലും ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പം നമ്മുടെ നിലപാടുകൾ ഒരു സംവിധായകനോട്, ഒരു പ്രൊഡ്യൂസറോട് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ സിനിമയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നത് നിവേദത്തിലൂടെ ഞാൻ വന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം വന്നൊരു സിനിമയിൽ എന്റെ ഒരു നിലപാട് വെളിപ്പെടുത്തിയത് മൂലം എന്നെ വളരെയധികം ടോർച്ചർ ചെയ്യപ്പെടുകയും സിനിമാ ലോകത്തുനിന്ന് എന്റെ വാതിൽ അടയ്ക്കുകയും ചെയ്ത് എന്റെ ഒരു വിക്റ്റിമാണ് ഞാൻ. അതിപ്പോ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും എന്റെ വിക്റ്റിമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് സിനിമയിൽ ചാൻസിനായി വന്നിട്ട് അവരുടെ പൈസ മുഴുവൻ വാങ്ങിയിട്ട് അവർക്ക് അവസരം കൊടുക്കാതെ എന്താ പറയുക, സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഫോക്കസ് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അതിനപ്പുറത്ത് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഓരോ ആൾക്കാരുടെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ, അവരുടെ വ്യക്തി താല്പര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഉള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം സുഹൃത്തെ, ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കോടതിയെ സമീപിച്ച ഒരു നടി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവരും ഞാനും തമ്മിൽ ഒരു സീരിയൽ അഭിനയിച്ചതാണ്. അവർ ആ സീരിയലിൽ ഫേസ് ചെയ്തത് ഞാൻ കണ്ടതാണ്. സീരിയൽ ലോകത്ത് ഫേസ് ചെയ്തതാണ്. അവരവരുടെ നിലപാട് വ്യക്തമാക്കി എന്ന് പറഞ്ഞ് അവരെ ഫിറ്റിയല്ല ഫോട്ടോയാക്കി വെച്ച സമയത്ത് അവര് നിയമത്തിന്റെ ആനുകൂല്യത്തോടുകൂടി വീണ്ടും അതിൽ സജീവമായതോ കണ്ടതാണ്. ഇത് സമസ്ത മേഖലയിലും ഇത് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാര്. അത് തീർച്ചയായിട്ടും പവറിന്റെ ഒരു ഇതാണ്. പവർ ആരുടെയിലുണ്ടോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ അത് ഇവിടെ നടക്കുന്നുണ്ട്. ഈ മറ്റൊന്ന്, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി കൊണ്ടുവന്ന ആരോപണമാണ്. 2008-2009 കാലഘട്ടത്തിൽ നടന്നതാണ് എങ്കിൽ പോലും ഇപ്പോൾ അതിന് പ്രസക്തിയുണ്ട് കാര്യമായി എന്നാണ്. കാരണം അവർ പരസ്യമായി തന്നെ പേര് പറഞ്ഞ് രംഗത്ത് വരുന്നു. അവിടെയും ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുണ്ട്, മന്ത്രി അടക്കം സ്വീകരിക്കുന്ന നിലപാടുണ്ട്, പൂർണ്ണമായും സംരക്ഷിക്കുകയാണ്. വലിയ കലാകാരന്മാരാണ്, അപ്പോൾ വലിയ കലാകാരൻ എന്തുവാകാം എന്നുള്ള ഒരു അർത്ഥമാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വലിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു സമൂഹം നമുക്ക് കാണുന്നതാണ്. പക്ഷെ ആ കലാകാരൻ മനസ്സിലാക്കണം, ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഈയിടെ അടുത്ത സോഷ്യൽ മീഡിയ വന്ന അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം കാലം മാറുന്നവരും അദ്ദേഹം താഴേക്ക് പോവുകയാണ്, അല്ലാതെ മുകളിലേക്ക് വരികയല്ല. അദ്ദേഹത്തെ കുറിച്ചൊരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് നടികൾ പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ ഈ മുഖംമൂടികൾ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഒരു വ്യക്തമായ ഒരു തിരശ്ശീലയിൽ സിനിമകൾ തെളിയിക്കാൻ പറ്റൂ. ഈ നല്ല ഇന്റൻഷനുമായി വരുന്നവർക്ക്, ഈ കലയെ സ്നേഹിക്കുന്നവർക്ക്, ഇതിനെ ഒരു പാഷനാക്കി പ്രൊഫഷനായി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പലപ്പോഴും ഈ രംഗത്ത് പിന്മാറേണ്ടി വരുന്നത്, നിലനിൽപ്പില്ലാതെ വരികയും ചെയ്യുന്നത് ഇത്തരം ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കൊണ്ടാവാം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് സത്യത്തില് ആരും കൂട്ടിലടച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നൊന്നുമല്ല. ഈ നടിമാരെയൊന്നും ആരും കൂട്ടിലടച്ച് കൊണ്ടുപോകുന്നതല്ല.
അവർക്ക് ഒരുപക്ഷെ പാഷൻ കൊണ്ട് അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ട് പണം കൊണ്ടൊക്കെ അതിന്റെയൊക്കെ അട്രാക്ഷൻ കണ്ടിട്ട് ഒരു ഈയാമ്പാറ്റകളെ പോലെ തീയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ്. അവർക്കൊരു ആർജവം വേണം. എന്റെ ശരീരത്ത് ഊടുമ്പോൾ അല്ലെ എന്നെ ഉപയോഗിക്കുമ്പോൾ നോ എന്ന് പറയാൻ വേണ്ടി ആ നോയ്ക്ക് ഇപ്പുറത്തേക്ക് ഒരാളെ കടത്തി വിടാതിരിക്കാനുള്ള ഒരു ആർജവം ഓരോ സ്ത്രീകൾക്കുണ്ടാകും, പുരുഷന്മാർക്കുണ്ടാകും. അത് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയേറെ പ്രശ്നം ഉണ്ടാകുന്നത്. പാഷൻ ഉണ്ടായിരിക്കാം, കഴിവുണ്ടായിരിക്കാം, സിനിമയുടെ അട്രാക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. അതെന്തിനാണ് അടിയറ വെക്കാൻ പോകുന്നത്? ആരും കൂട്ടിലടച്ച് കൊണ്ടുപോകുന്നൊന്നുമല്ലല്ലോ ഇത്. ശരി, സംവിധായകൻ പത്മകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതായത് സിനിമാ